നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സ്നേഹപൂർവ്വം സ്റ്റേഡിയം ആദരവ് 2024 എന്ന പേരിൽ സ്റ്റേഡിയം വാർഡ് കൗൺസിലർ ബി അജേഷിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. വലിയമരം ഇർഷാദ് മസ്ജിദ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA എച്ച് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസറുടെയും അസിസ്റ്റന്റ് ജില്ലാ ഓഫീസറുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവും ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്ക് കത്തും രമേശ് ചെന്നിത്തല MLA നൽകി. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ല എന്ന് NGO സംഘ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. NGO സംഘ് സംസ്ഥാന സെക്രട്ടറി J മഹാദേവൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ. ആലപ്പുഴ നഗരസഭാ ഉപാധ്യക്ഷനും മാലശ്ശേരി വാർഡ് കൗൺസിലറുമായ PSM ഹുസൈനെയും വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. മുൻ MPയും CPI ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ ഹോട്ടലുകളും ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 2-ന് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത്. എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്തെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കിഴക്ക് ഭാഗത്തെ റോഡ് ഉടൻ ടാർ ചെയ്യുമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. സ്നേഹപൂർവ്വം സ്റ്റേഡിയം ആദരവ് 2024 എന്ന പേരിൽ സ്റ്റേഡിയം വാർഡ് കൗൺസിലർ ബി അജേഷിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. വലിയമരം ഇർഷാദ് മസ്ജിദ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA എച്ച് ഉദ്ഘാടനം ചെയ്തു. സ്നേഹപൂർവ്വം സ്റ്റേഡിയം ആദരവ് 2024 എന്ന പേരിൽ സ്റ്റേഡിയം വാർഡ് കൗൺസിലർ ബി അജേഷിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കായുള്ള മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. വലിയമരം ഇർഷാദ് മസ്ജിദ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA എച്ച് ഉദ്ഘാടനം ചെയ്തു. ഓരോ വാർഡിന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ നിരന്തരം ചിലപ്പോൾ ശല്യപ്പെടുത്തൽ പോലെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഒന്നൊഴിയാതെ ഇരിക്കുന്ന മുഴുവൻ പേരും, ഇവിടെ എത്തിപ്പെടാത്തവരും ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ടീം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം നാടിന് വലിയ ഗുണമാണ്. നമ്മുടെ ഒരു വികസന പ്രവർത്തനത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം പ്രചോദനമായി വരും. നമുക്കൊരു കാര്യം ചെയ്താൽ കുറച്ചുകൂടി ചെയ്യാൻ തോന്നും, ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം ചെയ്യണം എന്നൊരു താല്പര്യം മനസ്സിലുണ്ടാവും നമുക്കെല്ലാം. അങ്ങനെ തോന്നിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു ടീം നമുക്ക് ആലപ്പുഴ നഗരസഭയ്ക്ക് ലഭ്യമായി എന്നുള്ളത് കൊണ്ടാണ് രാജ്യത്തെ തന്നെ ശ്രദ്ധേയമായ നഗരസഭയായി നമ്മുടെ നഗരസഭ പല കാര്യത്തിലും, ശുചിത്വ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മുടെ നഗരസഭ ഒറ്റപ്പെട്ടത് അതുകൊണ്ടാണ്. സ്റ്റേഡിയം വാർഡ് കൗൺസിലർ ബി അജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സ്റ്റേഡിയം വാർഡിൽ നിന്നും SSLC+2 പാസ്സായ മുഴുവൻ കുട്ടികൾക്കും കലാകായിക, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, നസീർ പുന്നക്കൽ, MG സതീദേവി, കൗൺസിലർമാരായ മനീഷ സജിൻ, പ്രജിത കണ്ണൻ, ക്ലാരമ്മ പീറ്റർ, മുൻ കൗൺസിലർ ശ്രീചിത്ര, പൊതുപ്രവർത്തകരായ അജയ് സുധീന്ദ്രൻ, അനിൽ തിരുവമ്പാടി, S സുഗുണൻ, സുനിൽകുമാർ ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഉപാധ്യക്ഷൻ VG വിഷ്ണു പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസറുടെയും അസിസ്റ്റന്റ് ജില്ലാ ഓഫീസറുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവും ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസറുടെയും അസിസ്റ്റന്റ് ജില്ലാ ഓഫീസറുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല MLA പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവിന് കത്തു നൽകി. സുപ്രധാനമായ ഈ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ആലപ്പുഴ ജില്ലാ പട്ടികജാതി ഓഫീസിന്റെ പ്രവർത്തനം ആകെ താളം തെറ്റിയ നിലയിലാണ് ഇപ്പോൾ. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങളുടെ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അധ്യയന വർഷത്തിന്റെ ആരംഭമായതിനാൽ പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ്, സ്കോളർഷിപ്പ് സംബന്ധമായ വിവിധ അപേക്ഷകളുടെ കാര്യത്തിലും പ്രതിസന്ധി നേരിടുകയാണിപ്പോഴെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പട്ടികജാതി വകുപ്പ് തലത്തിലെ പ്രൊമോഷൻ കമ്മിറ്റി ചേരുന്നതിൽ വന്ന കാലതാമസവും ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗ് വൈകുന്നതിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കാര്യം
അടിയന്തരമായി പരിശോധിച്ച് ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസറുടെയും അസിസ്റ്റന്റ് ജില്ലാ ഓഫീസറുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും പട്ടികജാതി വകുപ്പ് മന്ത്രിക്ക് നൽകിയ കത്തിൽ രമേശ് ചെന്നിത്തല MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ല എന്ന് NGO സംഘ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിലാണ് ഭാരവാഹികൾ ഇക്കാര്യം ഉന്നയിച്ചത്. NGO സംഘ് സംസ്ഥാന സെക്രട്ടറി J. മഹാദേവൻ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 1968 മുതൽ തുടർന്നു വരുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലെ 5 വർഷ തത്വം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ല എന്ന് കേരള NGO സംഘ് സംസ്ഥാന സെക്രട്ടറി J. മഹാദേവൻ അഭിപ്രായപ്പെട്ടു. 12ാം ശമ്പള പരിഷ്കരണം ജീവനക്കാർക്ക് ലഭ്യമാക്കേണ്ടുന്ന തീയതിയായ ജൂലൈ 1 ആയിട്ടും അതിനുവേണ്ട പ്രാരംഭ നടപടികൾ പോലും സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ NGO സംഘ് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായി ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ച ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മഹാദേവൻ. നീതിന്യായത്തിന് മുൻപിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരന് കിട്ടാത്ത ഒരു നീതി ചോദിച്ചുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിന് പിണറായി ഗവൺമെന്റ് അനുവാദമില്ല എന്ന തരത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ട്രൈബ്യൂണലെ തന്നെ നിർദാക്ഷിണ്യം ഇല്ലാതാക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ മുൻപിൽ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ലോകായുക്ത എന്തിനു വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ നിയമസഭാ സാമാജികരും അതേപോലെ തന്നെ ജനപ്രതിനിധികളുമൊക്കെ ചെയ്യപ്പെടുന്ന കുറ്റങ്ങളെ അന്വേഷിച്ച് ആ കുറ്റങ്ങൾ ലോകായുക്തയുടെ മുമ്പിലെത്തപ്പെട്ട് ലോകായുക്തയ്ക്ക് ശിക്ഷ വിധിക്കാമായിരുന്നു. പക്ഷേ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ലോകായുക്തയെ തൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്. NGO സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV മനോജ് ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KN അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ S. സോളിമോൻ, സുമേഷ് ആനന്ദ്, L. ജയദാസ്, CT ആദർശ്, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീജിത്ത് കരിമാടി, ഫെറ്റോ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ മധുരാപുരി, ജില്ലാ ഭാരവാഹികളായ KR വേണു, KR രജീഷ്, സുനിൽ കുമാർ, ജിതേഷ് നാഥ്, ദിലീപ് രാമപുരം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KR ദേവിദാസ് സ്വാഗതവും ജില്ലാ ട്രഷറർ T. സന്തോഷ് നന്ദിയും പറഞ്ഞു. ജീവനക്കാർക്ക് ലഭിക്കാനുള്ള 19% DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലഭ്യമാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉടൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. ആലപ്പുഴ നഗരസഭാ ഉപാധ്യക്ഷനും ആലിശ്ശേരി വാർഡ് കൗൺസിലറുമായ PSM ഹുസൈന്റെയും വാർഡ് വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. മുൻ MPയും CPI ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭാ ഉപാധ്യക്ഷനും ആലിശ്ശേരി വാർഡ് കൗൺസിലറുമായ PSM ഹുസൈന്റെയും വാർഡ് വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. മുൻ MPയും CPI ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷകർത്താക്കൾ നിരന്തരമായി ഇടപെടുന്നുണ്ട്, സമൂഹത്തിന്റെ നിരന്തരമായ ശ്രദ്ധയുണ്ട്. കുട്ടികൾ വലിയ വിജയം കേരളത്തിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടികളുടെ ഭാവിയെ ലക്ഷ്യമാക്കി അവർ കാണുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടൽ സഹായം ചെയ്തു കൊടുക്കുക. ചുറ്റും കേൾക്കുന്ന വാർത്തകൾ അത്ര നല്ലതല്ല. പലയിടങ്ങളിലും ഇത്തവണ തന്നെ വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ കണക്കുകളിൽ നിന്ന് ഇത്തവണ കൂടുകയാണ്. ലഹരി മരുന്നിന്റെ വ്യാപനമുള്ള ക്യാമ്പസുകളുടെ അല്ലെങ്കിൽ സ്കൂളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിനകത്ത് പങ്കാളികളാകുന്നത് ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും പങ്കാളികളാകുകയാണ്. നമ്മളതിനെ കാണാതിരുന്നിട്ട് കാര്യമില്ല. ആലിശ്ശേരി വാർഡ് വികസന സമിതി ചെയർമാൻ SM ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ നഗരസഭാ അധ്യക്ഷ KK ജയമ്മയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈനും ആദരിച്ചു. വാർഡിലെ 280 കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം മുൻ നഗരസഭാ അധ്യക്ഷ സൗമ്യ രാജ് നിർവഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ R. വിനീത പ്രതിഭകളെ ആദരിച്ചു. വാർഡ് നിവാസികൾക്കായുള്ള ശുചീകരണ സാമഗ്രികളുടെ വിതരണം നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ നിർവഹിച്ചു. കൗൺസിലർമാരായ B. നസീർ, KS ജയൻ, നജിത ഹാരിസ്,
CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D. സുദർശനൻ, നബീസ അക്ബർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ AR രംഗൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. യോഗത്തെ തുടർന്ന് വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും ബ്ലീച്ചിംഗ് പൗഡറും ക്ലീനിംഗ് ലോഷനുകളും വിതരണം ചെയ്തു. ജില്ലയിലെ ഹോട്ടലുകളും ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 2-ന് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലേക്കാണ് ധർണ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ ഹോട്ടലുകളും ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും കളക്ടറേറ്റ് പടിക്കൽ ധർണയും സംഘടിപ്പിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 2-ാം തീയതി ചൊവ്വാഴ്ച ജില്ലയിലെ ഭക്ഷണോൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലിലേക്ക് ഒരു മാർച്ചും ധർണയും നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 മാസക്കാലമായി നമ്മുടെ ജില്ലയിലെ ഹോട്ടൽ മേഖല വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷിപ്പനി എന്ന വിപത്തിലൂടെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾക്ക് കൊണ്ടുവന്ന നിരോധനമാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കനെങ്കിലും ഉപയോഗിക്കുവാനുള്ള അനുമതി തരണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. ജൂലൈ 2-നാണ് ജില്ലയിലെ ഹോട്ടൽ വ്യാപാര സ്ഥാപനങ്ങൾ പണിമുടക്കി കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയാൻ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടുക, പക്ഷിപ്പനിയുടെ പേരിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കനുകൾ ഉപയോഗിക്കുവാൻ ഹോട്ടലുകൾക്ക് അനുമതി നൽകുക, ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉടൻ പരിഹരിക്കുക, പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകൾ പുതുക്കി നൽകുക, GSTയുടെ പേരിൽ ഹോട്ടലുകളിലും വീടുകളിലും അനാവശ്യമായി നടത്തുന്ന ഉദ്യോഗ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത്. 2-ാം തീയതി രാവിലെ 10 മണിക്ക് ആലപ്പുഴ ടൗൺ ഹാളിന് സമീപത്ത് നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ പ്രകടനം കളക്ടറേറ്റിന് മുന്നിൽ അവസാനിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിഷേധ ധർണ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് മനാഫ് എസ് കുബാബ ധർണയിൽ അധ്യക്ഷത വഹിക്കും. അസോസിയേഷൻ ജില്ലാ സംസ്ഥാന നേതാക്കൾ ധർണയിൽ സംബന്ധിക്കുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മനാഫ് കുബാബ, സെക്രട്ടറി നാസർ ബി താജ്, മുഹമ്മദ് കോയ, രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്തെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കിഴക്ക് ഭാഗത്തെ റോഡ് ഉടൻ ടാർ ചെയ്യുമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ MP-മാർ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്തെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കിഴക്കുഭാഗത്തെ റോഡ് ഉടൻ ടാർ ചെയ്യുമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് അരൂർ തുറവൂർ ഭാഗത്തെ ഗതാഗത പ്രശ്നങ്ങൾ വിലയിരുത്തിയത്. നിലവിൽ റോഡിലുള്ള കുഴികൾ ഉടൻ അടയ്ക്കും. വാഹന ഗതാഗതം 6 ദിവസത്തേക്ക് നിയന്ത്രിച്ച് അരൂകുറ്റി ഭാഗത്തുകൂടി തിരിച്ചുവിട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് യോഗത്തിൽ ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പ്രത്യേക പദ്ധതി അടിയന്തരമായി അനുവദിക്കണമെന്ന് KC വേണുഗോപാൽ MP പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കായംകുളം മണ്ഡലത്തിൽ മാർക്കറ്റ് പാലം, കന്നീശിക്കടവ് പാലം, കോയിൽക്കപ്പടി പാലം എന്നിവയുടെ നിർമ്മാണ നടപടികളും സ്ഥലമേറ്റെടുപ്പും വേഗത്തിലാക്കാൻ പ്രതിഭ MLA-യും യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഓണാട്ടുകര കാർഷിക മേഖലയ്ക്കായുള്ള ഹരിതം ഹരിപ്പാട് പദ്ധതിയിൽ 25 കോടി രൂപ നബാർഡ് ഫണ്ട് അനുവദിച്ച പ്രവൃത്തിയുടെ 2ാം ഘട്ട നിർവഹണ നടപടികൾ നോഡൽ ഓഫീസർ ഉടൻ തന്നെ തയ്യാറാക്കണമെന്ന് രമേശ് ചെന്നിത്തല MLA-യും യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോഗത്തിൽ സബ് കളക്ടർ സമീർ കിഷൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MP അനിൽകുമാർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും സംബന്ധിച്ചു. ദളിത് പിന്നോക്ക ഒഴിവുകൾ നികത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള മുസ്ലിം കൗൺസിൽ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മുൻ MP അഡ്വക്കേറ്റ് A. മാരിഫ് ഉദ്ഘാടനം ചെയ്തു. ദളിത് പിന്നോക്ക ഒഴിവുകൾ നികത്താൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള മുസ്ലിം കൗൺസിൽ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മുൻ MP അഡ്വക്കേറ്റ് A. മാരിഫ് ഉദ്ഘാടനം ചെയ്തു. സഹോദരങ്ങൾ പട്ടണിക്കാരായ
ജോലിയില്ലാതെ കിടക്കുന്ന ഒരു രാജ്യം, എല്ലാ വിലവർദ്ധനവും അഭിമുഖീകരിക്കുന്ന സമൂഹം, എല്ലാ അടിച്ചമർത്തലും നേരിടുന്ന സമൂഹം, അവർക്കൊന്നും ഒരു രക്ഷയും ഉണ്ടാകുന്നില്ല. മറിച്ചത് പറഞ്ഞ് മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും വളർത്തിയെടുത്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണമാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം മാറി മതപരമായ പോരാട്ടമാക്കി മാറി. ആ മതപരമായ പോരാട്ടത്തിലൂടെ ധ്രുവീകരണം ഉണ്ടാക്കി ഇന്ത്യൻ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ കഴിയുന്നു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ജമാൽ പള്ളാതുരുത്തി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എം റഷീദ് വിളയൂർ, PN അബ്ദുൽ കലാം, അഡ്വക്കേറ്റ് K നജീബ്, മുഹമ്മദ് ഷെരീഫ്, റിജാസ് സ്വാലാഹ്, സുൽഫിക്കർ മയൂരി, സിയാദ് മുസ്തഫ, അഡ്വക്കേറ്റ് N സ്വാലിഹ്, B നൌഷാദ്, അൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ AM ആരിഫ് ആദരിച്ചു. തുടർന്ന് മഴക്കാല സമൃദ്ധി എന്ന പദ്ധതിയുടെ ഭാഗമായി തെങ്ങിൻ തൈ വിതരണവും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹപൂർവ്വം സ്റ്റേഡിയം ആദരവ് 2024 എന്ന പേരിൽ സ്റ്റേഡിയം വാർഡ് കൗൺസിലർ B അജേഷിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. വലിയമരം ഇർഷാദ് മസ്ജിദ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസറുടെയും അസിസ്റ്റന്റ് ജില്ലാ ഓഫീസറുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവും ഹരിപ്പാട് MLAയുമായ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്ക് കത്തും രമേശ് ചെന്നിത്തല MLA നൽകി. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ല എന്ന് NGO സംഘ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. NGO സംഘ് സംസ്ഥാന സെക്രട്ടറി J മഹാദേവൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ. ആലപ്പുഴ നഗരസഭാ ഉപാധ്യക്ഷനും മാലശ്ശേരി വാർഡ് കൗൺസിലറുമായ PSM ഹുസൈനെയും വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. മുൻ MPയും CPI ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ ഹോട്ടലുകളും ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ട് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 2-ന് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത്. എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്തെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കിഴക്ക് ഭാഗത്തെ റോഡ് ഉടൻ ടാർ ചെയ്യുമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ MP, MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.